ഏതായാലും വോട്ടിംഗ് നിയമസഭയിൽ തുടരുകയാണ്. സീറ്റുകളിലിരിക്കുന്ന മുറയ്ക്കാണ് വോട്ടിങ്ങിന് അംഗങ്ങളെ നിയമസഭാ സെക്രട്ടറി വിളിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തുകളിൽ എത്തി അതും രഹസ്യ ബാലറ്റായാണ് വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഏതായാലും വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എല്ലാ അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ഉടൻ തന്നെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം LDFന് ഉള്ളത് കൊണ്ട് തന്നെ LDFന്റെ വി ശശി ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ തവണ UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു വോട്ട് കൂടി LDFന് കിട്ടിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? PC ജോർജിന്റെയും O രാജഗോപാലിന്റെയും വോട്ടുകൾ അവർ വോട്ട് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളിലാണ് ഇനി കാര്യങ്ങൾ വ്യക്തമാകേണ്ടത്. സൗമ്യ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് നിയമസഭയിൽ. IC ബാലകൃഷ്ണൻ പ്രതിപക്ഷത്തു നിന്നും ശശി ഭരണപക്ഷത്തു നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. ഓരോ അംഗങ്ങളായി ആൽഫബറ്റിക് ഓർഡർ പ്രകാരം വന്ന വോട്ട് രേഖപ്പെടുത്തി തിരികെ സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശ്രീ K. രാജു, ശ്രീ KT ജലീൽ, ശ്രീ M. മണി, ശ്രീ S. ശർമ്മ. ശ്രീ C. ദിവാകരൻ, ശ്രീ ചിറ്റയം ഗോപകുമാർ, ശ്രീ CF തോമസ്. ശ്രീ P. ജോസഫ്, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ശ്രീ TA അഹമ്മദ് കബീർ. ശ്രീ MK മുനീർ, ശ്രീ IC ബാലകൃഷ്ണൻ, ശ്രീ അൻവർ സാദത്ത്. വോട്ടിംഗ് രേഖപ്പെടുത്തിയ അംഗങ്ങൾ അവരവരുടെ സീറ്റുകളിൽ ഉപവിഷ്ടരാവണം. ശ്രീ വിൻസെന്റ്. ശ്രീ AP അനിൽകുമാർ, ശ്രീ അനിൽ അക്കര, ശ്രീ അടൂർ പ്രകാശ്. ശ്രീ P. ഉണ്ണി, ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ A. പ്രദീപ് കുമാർ.
ശ്രീ ജെയിംസ് മാത്യു, ശ്രീ ടി വി രാജേഷ്, ശ്രീ രാജു എബ്രഹാം. ശ്രീ കെ സുരേഷ് കുറുപ്പ്, ശ്രീ സി കൃഷ്ണൻ, ശ്രീ കെ വി അബ്ദുൽ ഖാദർ. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അംഗങ്ങളായി അക്ഷരമാലാക്രമത്തിൽ വന്ന് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി തിരികെ പോവുകയാണ്. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ശ്രീമതി ES ബിജിമോൾ, ശ്രീ മുല്ലക്കര രത്നാകരൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി. ശ്രീ കൗർ കുഞ്ഞുമോൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ മഞ്ഞളാങ്കുഴി അലി. വിളിച്ചു അതൊന്ന് ശ്രദ്ധിക്കാതിരിക്കുക. വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ശ്രീ പി കെ അബ്ദുറബ്, ശ്രീ കെ എം ഷാജി, ശ്രീ കെ മുരളീധരൻ, ശ്രീ കെ സി ജോസഫ്. ശ്രീ ഹൈബി ഈഡൻ, ശ്രീ എൽദോസ് കുന്നപ്പള്ളി, ശ്രീ വി ടി ബൽറാം. ശ്രീ മുരളി പെരുന്നല്ലി, ശ്രീ ജോൺ ഫെർണാണ്ടസ്, ശ്രീ ബി സത്യൻ, ശ്രീ കെ കുഞ്ഞിരാമൻ. ശ്രീ കെ വി വിജയദാസ്, ശ്രീ കെ ദാസൻ, ശ്രീ വി കെ മുഹമ്മദ് കോയ. ഈ കൗണ്ടിങ്ങിൽ
പി ടി എ റഹീം, ശ്രീ ആർ രാജേഷ്, ശ്രീ പുരുഷൻ കടലുണ്ടി, ശ്രീ എം സ്വരാജ്, അവിടെ സുരേഷ് ഗോപി സാറിനപ്പുറത്ത്, ശ്രീ എം രാജഗോപാലൻ, ശ്രീ പി കെ ശശി, ശ്രീ എ എൻ ഷംസീർ, ശ്രീ കെ ബാബു, ശ്രീ കെ ഡി പ്രസേനൻ. നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവേളയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീജ ചേരുന്നുണ്ട് സഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ഷീജ, സ്വാഭാവികമായും ഭരണപക്ഷത്തിന് എതിർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു മുൻതൂക്കമുള്ളത് കൊണ്ട് എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു ആശങ്കയില്ല. പക്ഷേ സ്വാഭാവികമായും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ രാജഗോപാലിൻ്റെയും പി സി ജോർജിൻ്റെയും വോട്ട് എങ്ങനെയാകും എന്ന കാര്യം കൂടിയായിരിക്കും നിരീക്ഷിക്കപ്പെടേണ്ടത്. ഏതായാലും എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പി സി ജോർജ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ബാലറ്റ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ഇടുന്ന ഇതാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം അതിൽ വോട്ട് ചെയ്യാതെ ബാലറ്റ് അതിൽ ഇട്ടിട്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വോട്ടായിരുന്നു കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അസാധുവായിരുന്നത്. ഏതായാലും അദ്ദേഹം ഇത്തവണ വോട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ പി സി ജോർജ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൽ ഡി എഫിൽ നിന്നും വി ശശിയും കോൺഗ്രസ് യു ഡി എഫിൽ നിന്നും ഐ സി ബാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ ഐ സി ബാലകൃഷ്ണനുമാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. കൃത്യം 9 തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. എൽ ഡി എഫിൽ നിന്നും 92 പേർ, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 92 പേർ എന്നൊരു അംഗബലമാണ് നിയമസഭയിൽ എൽ ഡി എഫിനുള്ളത്. ഇതിൽ ഒന്ന് സ്പീക്കർ ഉൾപ്പെടെയാണ് ഇന്ന് 92 പേരാകുന്നത്. സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തില്ല എന്നാണ് അറിയുന്നത്. യു ഡി എഫിൽ നിന്നും 47 പേർ എന്നുള്ള അംഗബലത്തിൽ അവർ 2 പേർ, സി മമ്മൂട്ടിയും അനൂപ് ജേക്കബും ഇന്ന് എത്തിയിട്ടില്ല, അവർ പുറത്താണ്. അതുകൊണ്ട് തന്നെ 45 പേരാകും യു ഡി എഫിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തുക. മറ്റൊന്ന് ബി ജെ പിയുടെ ഒ രാജഗോപാലാണ്. അദ്ദേഹം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഒ രാജഗോപാൽ ഇതുവരെയും നിയമസഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം പാലക്കാടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപായി വ്യക്തമാക്കിയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സീറ്റിലിരിക്കുന്ന മുറയ്ക്കാണ് ഓരോരുത്തരെയും ഭരണപ്രതിപക്ഷത്തിൽ നിന്നും അംഗങ്ങളെ നിയമസഭാ സെക്രട്ടറി വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഉടൻ തന്നെ ബാലറ്റ് വോട്ടെണ്ണൽ നടത്തുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഷീജാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതിനുള്ള വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അംഗങ്ങളായി വന്ന് വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ്. ഇവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്